السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള ഉസ്താദുമാരെ, പ്രിയമുള്ള കൂട്ടുകാരെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് എസ്പെറൻസയുടെ പ്രൗഢോജ്വലമായ വേദിയിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. നബി തങ്ങളുടെ പ്രവാചകത്വം അനിഷേധ്യമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനെ സംബന്ധിച്ച് പറയപ്പെടുന്ന ധാരാളം സംശയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഹബീബായ തങ്ങളെന്ന തിരുവ്യക്തിത്വത്തെയും അവിടുന്ന് പ്രബോധനം ചെയ്ത ആദർശത്തെയും കൃത്യമായി പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്തവരിൽ നിന്നുമാണ് ഇത്തരമൊരു സംശയങ്ങൾ ഉടലെടുക്കുന്നത് എന്ന് നമുക്ക് സംക്ഷിപ്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിലെ അടിസ്ഥാനപരമായ വിശ്വാസമാണ് ഏകത്വത്തിലുള്ള വിശ്വാസം. ആ ഏകത്വത്തിലുള്ള വിശ്വാസത്തിന് ശേഷം അടിസ്ഥാനപരമായ വിശ്വാസമാണ് പ്രവാചകത്വത്തിലുള്ള വിശ്വാസം. ആദ്യത്തേത് വിശ്വാസതലത്തിൽ ആധാരമായിരിക്കുന്നത് പോലെ തന്നെ രണ്ടാമത്തേത് കർമ്മജീവിതത്തിന്റെ അടിസ്ഥാനമായി വർത്തിക്കുന്നുണ്ട്. തൗഹീദ് എന്നതാണ് പ്രവാചകത്വത്തെ അറിയിക്കുന്നതിനുള്ള സംജ. എന്നാൽ പ്രവാചകത്തെ സാങ്കേതികമായി അറിയിക്കുന്നതിന് നുബൂവത്ത് എന്ന പദമാണ് പ്രയോഗിക്കാറുള്ളത്. വിവരം അറിയിക്കലെന്നോ പ്രവചിക്കലെന്നോ ആണ് ഇതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. പ്രവാചകൻ എന്ന് ഭാഷാന്തരം ചെയ്യുന്നത് ഇതിന്റെ നാമരൂപമായ നബി എന്ന പദത്തെയാണ്. ഈ പദത്തിന്റെ കേവലാർത്ഥ പരിധിയിൽ ഒതുങ്ങുന്നതല്ല പ്രവാചകത്വം. പ്രപഞ്ചനാഥന്റെ തെരഞ്ഞെടുപ്പാണിത്. അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യബോധനം നൽകപ്പെട്ടവർ എന്നാണ് ഇതിന്റെ വിവക്ഷ. ഹബീബായ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നൊരു വാദം നാം കൊണ്ടുവരുമ്പോൾ അത് സത്യമാവാനുള്ള സാധ്യതകൾ എന്തെല്ലാമാണ്? അനിഷേധ്യമായ സത്യങ്ങൾ എന്തെല്ലാമാണ്? അതിശയകരമായ വൃത്താന്തങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ വിശ്വാസ സംഹിത പഠിപ്പിക്കുന്നു. സദാചാര നിഷ്ഠകളും പെരുമാറ്റ നിയമങ്ങളും ആവിഷ്കരിക്കുന്നു. ആരാധനാ രീതികൾ അഭ്യസിപ്പിക്കുന്നു. സാമ്പത്തിക സാമൂഹിക നിയമങ്ങൾ നിർവചിക്കുന്നു. നയതന്ത്ര രാഷ്ട്രീയ വിഷയങ്ങൾ പഠിപ്പിക്കുന്നു. ഇതിന്റെ എല്ലാം ആധാരമായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നു. ഈ പ്രവാചകത്വ അവകാശവാദം സത്യമാണോ വ്യാജമാണോ? വ്യാജമാണെങ്കിൽ ഈ സ്രോതസ്സിനെ സംബന്ധിച്ച് സാധ്യമാവുന്ന ഉത്തരങ്ങൾ എന്തെല്ലാമാണ്? കളവ് പറഞ്ഞതാകാം, മാനസിക വിഭ്രാന്തിയാകാം, അതുപോലെ തന്നെ കപട നാട്യമാകാം, ജാലവിദ്യകളിലൂടെ വശീകരിച്ചതാകാം, കോപ്പിയടിച്ചതാകാം. ഇതെല്ലാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ശത്രുക്കൾ ആരോപിച്ച ആരോപണങ്ങളായിരുന്നു. എന്നാൽ ഈ സാധ്യമാകുന്ന ഉത്തരങ്ങളെയെല്ലാം പൊളിച്ചു കളയുന്ന എമ്പാടും ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. ഹബീബായ തങ്ങൾ പറഞ്ഞത് കളവാണെങ്കിൽ ഖുർആൻ ഒരു കാലത്തും തിരുത്തലുകൾക്ക് വിധേയമാകാതെ നിലനിൽക്കുമെന്ന് ഇച്ഛാശക്തിയോടെ പറയാൻ കഴിയുമോ? ഇനി ഹബീബായ തങ്ങൾ പറഞ്ഞത് നുണയാണെങ്കിൽ സംസാരത്തിൽ ഒരിക്കലെങ്കിലും തെറ്റുപറ്റാതിരിക്കുമോ? സ്വന്തം ദേശത്തു നിന്ന് തന്നെ ബഹിഷ്കൃതനാകുന്ന വിധം വിപത്തുകൾ സഹിക്കേണ്ടി വരുന്നത് നുണയന്മാരുടെ മനഃശാസ്ത്രത്തിന് പൂർണ്ണമായും എതിരാണ്. ഇനി ഹബീബായ തങ്ങൾക്ക് കളവിലേക്ക് നയിച്ച ആ പ്രേരകങ്ങൾ എന്തെല്ലാമായിരിക്കും? പദവിയാണോ, അല്ലെങ്കിൽ പണമാണോ, അധികാരമാണോ, പദവിയാണോ? വിറക് കൊണ്ടുവരുന്ന ജോലി റസൂൽ സ്വയം ഏറ്റെടുത്തപ്പോൾ അനുചരന്മാർ അത് സമ്മതിച്ചില്ല. നേത്രമോഹിയായ ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതല്ല ഇത്തരം സംഭവങ്ങൾ. ഇനി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കപട നാട്യമാണ് കാണിച്ചതെങ്കിൽ
ഏതൊരു കപടനാട്യത്തിനും കൃത്യമായൊരു ലക്ഷ്യമുണ്ടാകും. തിരുപത്നി ഹഫ്സ ബീവിയുടെ ഒരു അനുഭവം, ഉമർ റളിയല്ലാഹു അൻഹു തിരുനബിയുടെ മുറിയിലേക്ക് കാണാൻ വന്നപ്പോൾ ഊറക്കിട്ട് പദം വരുത്തിയ 3 തോൽക്കഷ്ണങ്ങളും ഒരു പിടി ബാർലിയും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മുഖസ്ഥിതി പറയുന്നത് പോലും അവിടുന്ന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആഹാര രീതിയിൽ മാറ്റം വരുത്തിയില്ല. വേഷവിധാനങ്ങൾ അവിടുന്ന് പരിഷ്കരിച്ചില്ല. ആത്മരക്ഷാ നടപടികൾ കൈകൊണ്ടില്ല. സ്വേച്ഛാധിപത്യം കാണിച്ചില്ല. സ്വന്തം പത്നിമാർ, ഏറ്റവും അടുത്ത ശിഷ്യന്മാർ എന്നിവരിൽ നിന്ന് പോലും അവസാനം വരെ ഈ കാപട്യം മറച്ചു പിടിച്ചു എന്ന് പറയുന്നത് എന്ന അനുമാനം എത്രത്തോളം വിശ്വസനീയമാണ്? ആദർശവാദി കപടനാണെങ്കിൽ അയാളുടെ അടുപ്പക്കാരും അത്തരക്കാരായിരിക്കും. അങ്ങനെയാണെങ്കിൽ 4 ഖലീഫമാരുടെയും ചരിത്രങ്ങൾ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കുക. ഇനി നബി തങ്ങൾ കാണിച്ചത് ജാലവിദ്യകൾ കാട്ടി വശീകരിച്ചതാണെങ്കിൽ ഖുർആൻ പലതവണ എടുത്തു പറഞ്ഞ സത്യമാണിത്. ലാഹിയതൻ ഖുലൂബുഹും വഅസറുൻ നജ്വല്ലദീന ളലമു ഹൽ ഹാദാ ഇല്ലാ ബശറുൻ മിസ്ലുക്കും. ആഭിചാരം ആരോപിക്കാൻ അവരെ പ്രേരിപ്പിച്ച ചില ഘടകങ്ങളുണ്ട്, സംഭവങ്ങളുണ്ട്. അൽ ബിദായത്തു വന്നിഹായിൽ നോക്കിയാൽ നമുക്ക് ആ സംഭവങ്ങളൊക്കെ കാണാൻ കഴിയുന്നതാണ്. അവിടുത്തെ അറിയാവുന്നവരെല്ലാം അതിന്റെ വശ്യതയിൽ ആകൃഷ്ടരാകുമെന്ന് അവർ ഭയപ്പെട്ട് കൊണ്ടേയിരുന്നു. അതുകൊണ്ട് റസൂലിന്റെ അടുത്ത് പോയാൽ ആഭിചാരം ബാധിക്കുമെന്ന് പറഞ്ഞ് അജ്ഞരായ ആളുകളെ റസൂലിൽ നിന്നും അവർ അകറ്റിക്കൊണ്ടേയിരുന്നു. കാഹിനാണ്, ജ്യോതിഷനാണ്, അതുപോലെ തന്നെ ആദർശങ്ങൾ പറയുന്നവരാണ്, സൂത്രക്കാരനാണ്, ഇങ്ങനെ ധാരാളം ആക്ഷേപങ്ങൾ അവർ നബി തങ്ങൾക്കെതിരെ ഉന്നയിച്ചു കൊണ്ടിരുന്നു. അറേബ്യയിൽ ആരെയും പറ്റിക്കാൻ ഈ ആരോപണങ്ങൾ കൊണ്ട് സാധിച്ചില്ല. കാരണം ജ്യോതിഷം അവർക്ക് ആദർശമായിരുന്നില്ല, ഒരു ജീവനോപാധിയായിരുന്നു. എന്ന് പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി പൂർവ്വവേദങ്ങളെ കോപ്പിയടിച്ചതാണെന്ന് പറഞ്ഞാലും, അതുപോലെ തന്നെ ഹബീബായ തങ്ങൾ അവിടുന്ന് ഭ്രാന്തനാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. എന്ത് പറഞ്ഞാലും അവലം യതഫക്കറൂ മാ ബിസ്വാഹിബിഹിം മിൻ ജിന്ന, അവരുടെ സുഹൃത്തിന് ഒരു ഭ്രാന്തിന്റെ ലക്ഷണവുമില്ല എന്ന് തുടങ്ങി ധാരാളം ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പ്രവാചകത്വവാദം കളവാണെന്ന് ആര് പറഞ്ഞാലും അതിനൊക്കെ നിഷ്പ്രയാസം നമുക്ക് സ്ഥാപിക്കാനും അതിനെ തെറ്റാണെന്ന് സ്ഥാപിക്കാനും ബുദ്ധിപരമായി ചിന്തിച്ചാൽ അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും കഴിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നേരെ പോലെ മനസ്സിലാക്കാനും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളിൽ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതോടുകൂടി മിഡ്സോൺ ആദർശ പ്രഭാഷണ മത്സരം അവസാനിച്ചിരിക്കുന്നു. വിധി നിർണയിച്ച വിധികർത്താക്കൾക്ക് കൃതജ്ഞതകൾ. പ്രധാന